ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ ഇന്ന് ചക്കടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാൻ കുരുവെല്ലാം കളഞ്ഞ് 1 കപ്പ് ചക്ക ചുള എടുത്തു വച്ചിട്ടുണ്ട്. എടുത്തു വച്ചിരിക്കുന്ന ചക്കച്ചുള നമുക്ക് മിക്സിയിലോട്ടെടുത്ത് ഒന്ന് അടിച്ചെടുക്കാം. ശർക്കരപ്പാനി ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 ശർക്കരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാം. ചക്ക നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അടിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ ചക്ക അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഒരുവിധം വറ്റി ചക്ക ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്കറിയാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ട്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചക്കയിലുണ്ടാകുന്ന വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് വച്ചിരിക്കുന്ന ശർക്കരപ്പാനി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയും ചക്കയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 കഷ്ണം ശർക്കര എടുത്തത്. ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ മധുരം കുറവുള്ള ചക്കയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ശർക്കര അതിനനുസരിച്ച് കൂട്ടിയെടുക്കണേ. അപ്പം ഞാൻ അതിന് ശേഷം ഏലക്ക പൊടിച്ചതും ജീരകം പൊടിച്ചതും കൂടെ ഒന്നിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാൻ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിനകത്തോട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും ശർക്കരയും ചക്കയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നമ്മൾക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഒരു 3 കപ്പ് ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായി ആട്ടപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഞാൻ ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചേക്കണേ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്തിട്ട് ചൂടാറിയിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവൊന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. കുഴച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കുക. അതിനുശേഷം നമ്മളിത് വാഴയിലയിലാണ് ഇപ്പം ഞാനത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വാഴയിലയിൽ വെച്ചിട്ട് ചെറുതായിട്ട് നല്ല വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതേപോലെ കനം കുറച്ച് പരത്തി കൊടുക്കണേ. കട്ടി ഉണ്ടായാലും ടേസ്റ്റ് കുറയും. ശേഷം ഇതുപോലെയൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ സൈഡുകളൊക്കെ ഒന്ന് നന്നായിട്ട് മടക്കണേ. ഞാനിത് വേവിക്കാനായിട്ട് ഇഡലി സ്റ്റീമറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ തട്ട് നമ്മൾ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് എടുത്തേക്കണം. നമ്മൾ അപ്പങ്ങളെല്ലാം എടുത്ത് വയ്ക്കാം. ഇതേ മോഡലാണ് ഞാൻ വെക്കണത്. അതേ മോഡൽ എല്ലാതും വെച്ച് കൊടുക്കാം. എല്ലാതും വെച്ചതിന് ശേഷം നമ്മൾക്ക് അടച്ച് വെച്ച് ഒരു 20-25 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ചക്കട റെഡി ആയിട്ടുണ്ട്. ഇലയിമെന്നൊക്കെ വിട്ട്, അപ്പോൾ അതാണ് അതിൻ്റെ പാകം. ഇലയിമെന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ അത് വെന്തെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചക്കട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചക്കയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.